നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് റിനേഷ് എടത്താണ്. ഞാൻ ആലുവയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 2 ദിവസം മുമ്പ് 16-ാം തീയതി അലിൻ ജോസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുള്ള ന്യൂസ് വൈറലായതായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അലിൻ ജോസിന് അപകടം പറ്റി, അതായത് അലിൻ ജോസിനെ ആക്രമിച്ചു, വളരെ പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ അതിൽ ആരോപിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലിൻ ജോസിൻ്റെ മാനേജർ കം PRO ആയിട്ട് പ്രവർത്തിച്ചിരുന്ന മിസ്റ്റർ ആശിഷാണ് അത് ചെയ്തതെന്നാണെന്ന് മൊത്തം അത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതിനൊരു പരാതിയായിട്ട് ആദ്യം അലിൻ ജോസ് പെരേര എറണാകുളം പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി നേരെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ ആശിഷ് തിരിച്ചൊരു കൗണ്ടർ പരാതി കൊടുക്കുകയും ഈ 2 പേരുടെ പരാതിയിന്മേൽ ഇന്നൊരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുകയും അതിലൊരു ഒത്തുതീർപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇത് നടന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അന്ന് 16-ാം തീയതി ഒരു തൃപ്രയാർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു പരിപാടിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ, തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു വാക്ക് തർക്കവും മുന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിന് ശേഷം പുറത്തു വന്നത്. അതായത് അലിൻ ജോസിനെ കൊണ്ട് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ കഴിപ്പിച്ച് ചില ഓൺലൈൻ മീഡിയകൾ അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെ ചെയ്തത് ശരിയല്ല. അതായത് അലിൻ ജോസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയും. കാരണം നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ രാജ്യത്ത് ആർക്കും അവകാശമില്ല. അതായത് ഫാൻസി ഡ്രസ്സ് മുഖേന അവനെ പ്ലാന്റേഷൻ ഒട്ടിക്കും, പ്ലാസ്റ്റർ ഒട്ടിക്കുകയും അതിനുശേഷം എല്ലാ സോഷ്യൽ മീഡിയയും, ഏത് സോഷ്യൽ മീഡിയ ചാനലൊന്നും എനിക്കറിയില്ല, അപ്പോൾ അലിൻ ജോസ് പറയും അത് ചെയ്യുകയും അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള പരാതി കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഈ അലിഗേഷനാണ് ആശിഷു ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല, അത് തെറ്റാണ് എന്ന് പറയുകയും അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തല്ലിയിട്ടുണ്ട്, തല്ലി എന്ന് പറഞ്ഞാൽ ഒന്നും നല്ല ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പരിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെച്ചുകെട്ടിലായിരുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് ഈ ചർച്ചയിൽ മനസ്സിലായത്. പോലീസ് എന്താ ഇപ്പൊ പറഞ്ഞത്? 2 പേരെ പരാതിയിൽ പോലീസ് കേട്ടു. ഞാനും ഉണ്ടായിരുന്നു. 2 പേര് പോലീസ് വളരെ കൃത്യമായിട്ട് കേട്ടു. അലിൻ ജോസിന്റെ പരാതി കേട്ടു, അലിൻ ജോസിന്റെ ഇന്റിമേഷൻ വിളിച്ചു വരുത്തി. അതുപോലെ തന്നെ ആശിഷ് കൊടുത്ത പരാതി വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പരാതിയാണ്. 2 പേരുടെയും പരാതി കേട്ടുകൊണ്ട് 2 പേരും ഒത്തൊരുമിച്ച് പോകണമെന്ന്. കാരണം പരിക്കൊന്നും അങ്ങനെ ഇല്ല. പരിക്കേൽക്ക ആ വീഡിയോയിൽ കണ്ടതല്ല ശരി. അതൊരു ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ റേറ്റ് കൂട്ടാനോ എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. നിയമപരമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള നിയമത്തെ വളച്ചൊടിക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഒരു പരിക്ക് പറ്റാത്ത ആളെ പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ എവിഡൻസ് ഉണ്ടാക്കൽ കുറ്റകരമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. മീഡിയക്കാരോട് ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിഡൻസ് ഉണ്ടാക്കി കള്ളക്കേസ് ചമക്കുന്നത് ഒരു കുറ്റകരമായ ഒഫൻസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒത്തുതീർപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിന്റെ പേരിലാണ് വീഡിയോ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അലിനും ആഷിക്കും പറയും. അലിൻ ജോസ് പെരേരയുടെ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. തലയിലൊക്കെ വെച്ച് കെട്ടി കൈയൊക്കെ രീതിയിലായിരുന്നു ആ വീഡിയോ കണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഒന്നുമില്ല. എന്താ സംഭവിച്ചതെന്ന് തന്നെ ചോദിച്ചു. ചെറിയ ഉണ്ടായിരുന്നല്ല അപ്പൊ അദ്ദേഹം കണ്ടത് ഈ ചെറിയ സ്പോട്ടൊക്കെ കണ്ടല്ലോ. അതൊക്കെ ആ ഒരു കാഴ്ചയൊക്കെ ആ ഒരു ഇതിൽ സംഭവിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു പരിക്കല്ല കൊണ്ടിരുന്നു കൈ. അപ്പൊ അതൊന്നും അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വലിയ ഫൈറ്റ് മരണമാസമായിട്ടാന്ന് വെച്ചാൽ അങ്ങനൊന്നും അല്ല. പക്ഷെ എന്നാലും കാര്യം ഒരു സംഘർഷം ഉണ്ടായിരുന്നു ആ വണ്ടി വെച്ച്. പക്ഷെ അത് ഇപ്പോൾ ആ ഒരു പരിപാടിക്ക് ഞാൻ പോകേണ്ട ഒരു മനസ്സിലൊരു സംഭവം ഉണ്ടായി. എന്തിനാ ഞാൻ പോയതുകൊണ്ടല്ലോ ഇത്രയും വണ്ടി ആയതെന്ന് ഓർത്തു. കാരണം ഇനി ആശിഷ് എന്ന വ്യക്തി എന്റെ മാനേജറായിട്ട് പ്രവർത്തിക്കില്ല. എന്റെ ഓൺലൈൻ കണ്ടന്റുകൾ എല്ലാം വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. കാരണം എനിക്ക് ഒരു വള്ളികൾ പിടിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഞാൻ ഡാൻസ് ചെയ്യുന്ന ഈ പരിപാടിക്ക് പോകുന്നെങ്കിലും പോലും ഞാൻ സിനിമ, സീരിയല് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മീനൂസ് കിച്ചൻ പോലത്തെ വലിയ സീരിയലിലേക്ക് ഭാഗമാണ്. അപ്പൊ ഇനി വലിയ സീരിയലുകളിൽ സെപ്റ്റംബർ മുതൽ ഷൂട്ടിംഗ് ഉണ്ട്. ഇപ്പൊ വിഷ്ണു മുഖേന അറിയാം വിഷ്ണുവിന്. അപ്പൊ അങ്ങനെ പോകുന്ന വ്യക്തി നമുക്ക് വർക്കുകൾ കുറവായതുകൊണ്ട് മാത്രമാണ് കല്യാണ പരിപാടികൾക്ക് പോകുന്നത്. പക്ഷെ ഇനി ഉള്ള കല്യാണ പരിപാടികൾക്ക് ഞാനൊരു പൊക്കിപ്പറയല്ല, വ്യത്യസ്തപ്പെടുത്താൻ പറയുന്നതല്ല. ഇപ്പൊ എല്ലാവർക്കും ഓരോരോ മാനേജർമാരുണ്ടാവണമല്ലോ. അപ്പോ ഈ കാലഘട്ടത്തെ അനുസരിച്ച് ഈ എന്താ പറയുക, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ടാവണമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഞാനിപ്പോ വെച്ചിരിക്കുന്ന ലേഡി മാനേജറിനെ വെച്ചിട്ടുണ്ട് പുതുതായിട്ട്. പേര് പിന്നീട് ഞാൻ പുറത്തുവിടുന്നതായിരിക്കും. അത് നമ്മള് മീഡിയ നമ്മളടുത്ത് പറഞ്ഞ് ശ്രീത്താന്ന് തോന്നുന്നു, ശ്രീത്ത് എന്ന് പറഞ്ഞ ചാനലുകാരൻ, പിന്നെ സില്ലി സ്പോട്ട്, ICG വൈശാഖ്, പിന്നെ അബു സ്പോട്ട്ലൈറ്റ്,
സ്പോർട്ട് റീൽസ് അങ്ങനെ 3-4 ചാനൽ വന്നു. പിന്നെ നീലക്കുയിലൊക്കെ വീഡിയോകൾ കൊടുത്തു കൈമാറുമല്ലോ അവര് ഫ്രണ്ട്സ് ആവുകൊണ്ട് നീലക്കുയിലെ നിയാസിന്റെ പേജിലേക്ക് വന്നിരുന്നു. അപ്പൊ അത് നിർബന്ധപൂർവ്വം ചെയ്താ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. നിർബന്ധം വലിയിട്ട് എന്നെ തല്ലിയിട്ട് ചെയ്യിപ്പിച്ചല്ല, പക്ഷെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു റീച്ച് കൂടുന്നല്ല, ഈ തല്ല് കിട്ടിയ കാര്യങ്ങള് വലിയ രീതിയിൽ വിവാദങ്ങൾ വരുമ്പോ അപ്പൊ പുള്ളിക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞു കാര്യകാരി ഗൗരവം. അല്ലാണ്ട് ഈ ഫാൻസി ഡ്രസ് ആണെന്ന് അവർക്ക് അറിയാം, പക്ഷെ കാര്യഗൗരവം ആശിഷിലേക്ക് അറിയിക്കാൻ വേണ്ടിയാ. കാരണം ഒരാളെ എന്തായിക്കോട്ടെ സംഘർഷം കാറിൽ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇനിയൊരു സിറ്റുവേഷനിൽ പാഷൻ എന്ന് പറഞ്ഞ വ്യക്തി യൂബർ ഓടിച്ച് ജീവിതമാർഗം ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ മാപ്സിക് മീഡിയ വർക്ക് ചെയ്യുന്ന ഒരു ആങ്കർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു നീ റെഡ് മാർക്ക് വീകൃതല്ല, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേടിപ്പിക്കാൻ വേണ്ടി മീഡിയക്കാരെ ചെയ്യാൻ പറഞ്ഞ പേടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മീഡിയയുടെ പ്രഷർ മൂലമാണ് അന്ന് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുപോവുകയും അലിൻ ജോസ് അങ്ങനെ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ പരിക്ക് പറ്റുന്ന യാതൊരു പ്രശ്നവും അലിൻ ജോസിന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള തല്ല് ആള് ചെയ്തിട്ടുമില്ല. പക്ഷെ അടിച്ചിട്ടുണ്ട്, അത് നമുക്ക് പുറത്തു കാണാൻ പറ്റാത്ത പരിക്കുകളുണ്ടാവും, അതായത് കാറിലുണ്ടായ തർക്കങ്ങള്. പക്ഷെ അങ്ങനെ ചെറിയ വയലൻസ് അല്ല, ചെറിയൊരു ഹെർട്ട് എന്ന് പറയാനുണ്ട്, നമ്മള് ലീഗൽ വേർഡിൽ ഹെർട്ട് എന്ന് പറയാം. അപ്പൊ ഇയാൾ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അങ്ങനെ പരിക്കുണ്ടാക്കുന്ന രീതിയിൽ ഇതിനെ പേടിപ്പിക്കാൻ വേണ്ടി, അതായത് ഇയാൾ അങ്ങനെ ചെയ്യരുതെന്നുള്ള ഉദ്ദേശത്തോടും നമ്മളിപ്പോ തല്ലിയാൽ പോലും നമുക്കൊരു ഒരു ദേഷ്യം ഒരു ആളുടെ ഉള്ളിലുണ്ടാവും, പേഴ്സണൽ ഒരു റിവഞ്ച് ഉണ്ടാവും. അപ്പൊ അതിന്മേൽ ചെയ്താണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ളതാണ്. പിന്നെ എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കാരണം അബദ്ധങ്ങൾ ഞാൻ പറയാം. കാരണം പിള്ളേർ എന്റെ വാട്സാപ്പിലേക്ക് ഞാൻ വോയിസ് അയച്ചിരുന്നു. അത് പേടിപ്പെടുത്താൻ വേണ്ടി ദേഷ്യം വരുമ്പോ ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ സിനിമ സ്റ്റൈൽ വർത്താനം പറഞ്ഞു, നിന്നെ കൊല്ലൂടാ, നിന്റെ കുടുംബം കത്തിക്കും, ബോംബ് എറിയും, അല്ലെങ്കിൽ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തങ്ങൾ നമ്മൾ പറയുന്ന ദേഷ്യം കൊണ്ട് പറയുന്ന, അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ആ ഒരു ആവേശത്തിൽ നമ്മള് എന്റെ ഒരു പെങ്ങക്കൊരു ഒരാള് കയറി പിടിച്ചാൽ നമ്മൾ ഇടപെടൂലേ. ഇപ്പൊ എനിക്കൊരു ഇഷ്ടമുള്ളത് ആൻമരി എന്ന് പറഞ്ഞു മറ്റേ പഞ്ചായത്തിൽ പഠിക്കുന്നത്. അപ്പൊ അവൾക്കൊരു ഇമേജ് ദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടും. അപ്പൊ അതുകൊണ്ട് പോലെ തന്നെ എന്റെ ലൈഫിലേക്ക് എനിക്കിട്ടായിട്ടൊരു ഒരു വലിയൊരു പണി കിട്ടിയത് ഈ 16-ാം തീയതി രാത്രിയുള്ള ആ ഒരു സിറ്റുവേഷനിലാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ കാണുന്ന വ്യക്തിയാ. ഇപ്പൊ തുടരും സിനിമയിൽ ആലേട്ടൻ മയത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അപ്പൊ അതേപോലെയാണ് ഞാൻ ആ ഒരു രാത്രി ആ ഒരു വണ്ടി നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം മെന്റൽ ആയിപ്പോയി എന്ന് പറയാം. മെന്റൽ ട്രോമ ആർക്കും വരാം. അങ്ങനെ ഒരു സംവിധാനം ട്രോമ വരാം. ആ ട്രോമയിൽ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് തെറ്റാണെന്ന് പറയും. ആസ് എ അഭിഭാഷകൻ, ആസ് എ അഡ്വക്കേറ്റ് ഞാൻ പറയാണ്, ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് ഒരു മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള പരിക്കോ അല്ലെങ്കിൽ ഒടിയുന്ന രീതിയിൽ ഹെർട്ടാവുന്ന രീതിയിലുള്ള പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ അഭിനയിപ്പിക്കാൻ ആളെ കൊണ്ട് ആളുടെ എന്താ പറയാ, ചില മീഡിയകൾ, ഞാൻ തുറന്നു പറയാൻ, എനിക്ക് മീഡിയകളുടെ പേരൊന്നും അറിയാം, ഞാൻ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ മീഡിയകൾ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി ഇയാളെ ഉപയോഗിക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, റിക്വസ്റ്റ് പറയുന്നത്, ഒരു നിങ്ങളുടെ റീച്ച് കിട്ടാൻ നിങ്ങൾ വേറെ കണ്ടന്റ് ചെയ്യൂ, ഇയാളെ വിട്ടേക്കൂ. ഇയാളെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഫാൻസി ഡ്രസ് ധരിച്ച് കൊടുത്ത് സമൂഹത്തിലേക്ക് വിടുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കി ചെയ്ത് തെറ്റാണ്. മീഡിയകളുടെ പ്രവണത ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്. പല ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടും പല പരിപാടിയായിട്ട് ബന്ധപ്പെട്ടും എല്ലാം കാണേണ്ടി വരും. അപ്പോൾ നമ്മളായിട്ട് കൈയേറ്റം ഇനി ഉണ്ടാകുന്ന ആശ്രമം എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റുള്ള ആൾക്കാർ പറഞ്ഞ മറ്റുള്ള ഈ സിലി പോസ്റ്റ് ആണെങ്കിലും ഇന്ത്യൻ സിനിമകളെ മറ്റേ നീലക്കുയിലാണെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 2 പൈസ തന്നോട്ടെ, തരാണ്ടിരുന്നോട്ടെ, കണ്ടന്റ് എടുക്കുന്നുണ്ട്. ഇതുവരെ ദേഹത്ത് ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ ആ ദേഹ ഉപദ്രവം ഏൽപ്പിച്ചു എന്ന് നീ പറഞ്ഞപ്പോ, നീ വിഷമിച്ച വീഡിയോ കണ്ടപ്പോ അവർക്ക് പേഴ്സണലി വിഷമം ഉണ്ടായെന്ന് പറഞ്ഞു. അതാണ് ലാലേട്ടന്റെയും വലിയ നടിമാരുടെ രഞ്ജിനിയുടെ ഒക്കെ പ്രോഗ്രാം കട്ട് ചെയ്തിട്ട് അവരിവിടെ വന്ന് ഷൂട്ട് ചെയ്തു. വലിയ പരിപാടികൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വന്ന് ഷൂട്ട് ചെയ്ത് റീച്ച് ഉണ്ടാവുമെന്ന് തോന്നിട്ടില്ല വരുന്നത്. പക്ഷെ അവർക്കൊരു ആ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി ആ ഫാൻസി ഡ്രസ് ചെയ്യേണ്ടി വന്നു. ഈ പലപ്പോഴും ഈ കോമാളിയാക്കി ഇവരൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അല്ലെ, ഈ ഓൺലൈൻ അത് വേദനയുണ്ട് പലപ്പോഴും. പിന്നെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ പലതും എന്നോട് ഭയങ്കരമായിട്ട് വിഷമ രീതി പറയുമ്പോഴേ, ഞങ്ങളാണ് വളർത്തിയത്, മാപ്സിക്കൊക്കെ ഇന്നലെ വന്നതല്ലേ, നീലക്കുയിലല്ലേ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ആർട്ടനും ഇപ്പൊ പറഞ്ഞ് മാപ്സിക്ക വളർത്തിയെന്ന് പറഞ്ഞ് നീലക്കുയിലിന്റെ ഒക്കെ കുറച്ച് വീഡിയോ ഡാൻസ് കളിച്ചിട്ടാണ് ഫസ്റ്റ് മീഡിയയിൽ വൈറലായത്. പിന്നെ കൂടുതലും എടുക്കുന്നത് മാപ്സിക് മീഡിയ ആണ്, അതിന് നന്ദിയുണ്ട്. പക്ഷേ
അവര് മറ്റുള്ള മീഡിയക്കാർ പറയുന്നത് നിങ്ങളെ എന്നും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ദോഷകരമാണ്. അതുകൊണ്ടാണ് വല്ലപ്പോഴും നല്ല പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നീലക്കൂലാണെങ്കിൽ ഐസി ആണെങ്കിൽ കവർ ചെയ്യുള്ളൂ. ഇനി എന്തായാലും ഒരു പ്രശ്നമില്ലല്ലോ. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തീർക്കണം. ആശിഷിന്റെ കൂടി കേൾക്കണം. പരാതിയായിട്ട് വന്നു, ഇതിപ്പോ സംഭവം ഞങ്ങള് എന്റെ അനിയനെ പോലും നോക്കണതാണ്. എന്റെ വീട്ടിൽ വരാറുള്ളതാണ്. എനിക്ക് ഭയങ്കര എന്താ പറയാ, എല്ലാവരും ഇവനെ കളിയാക്കുമ്പോൾ ഞാൻ അങ്ങനെ അത്ര കളിയാക്കുന്ന നമ്മൾ തമാശ പരസ്പരം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ ഒരുപാട് യാത്രകൾ ഇവനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് തലശ്ശേരി വരെ വണ്ടി വിളിച്ചിട്ട് പോയിട്ടുണ്ട്. വയനാട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടകരൊക്കെ പോയിട്ടുണ്ട്, വണ്ടി വിളിച്ച് പോയിട്ടുണ്ട് ഞാൻ ഇവനെ കൊണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പരസ്പരം ചെറിയ ചെറിയ തമ്മിത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ രസകരമായിട്ടുള്ള ചീത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ രസത്തിൽ ഞങ്ങൾ എടുത്തിട്ട് പോവാറാ പതിവ്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം തൃപ്രാറ പോയ പരിപാടി ഇവന് ഓൾറെഡി താല്പര്യം ഉണ്ടായില്ല ആ പരിപാടിക്ക് പോകാൻ. കാരണം ഇവന് ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ച് വെച്ചേക്കുന്ന ഒരു 2000 രൂപ അഡ്വാൻസ് വാങ്ങിച്ച് വെച്ചേക്കുന്ന പരിപാടി ഇവന് ഓൾറെഡി ഇഷ്ടം ഉണ്ടായില്ല. പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ ഒരു ഐസൈഡൻ മോനെ വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ തൃപ്രാറ അവിടുത്തെ ഒരാൾ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ പൈസ 2000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ഇവൻ വന്നില്ലെങ്കിൽ വഞ്ചനാകുറ്റത്തിനെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞു. എങ്ങനെ എന്റെ നമ്പർ കൊടുത്ത് എന്നെ വിളിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല നീ ഈ പരിപാടിക്ക് പോയില്ലെങ്കിൽ അവരിങ്ങനെയാണ്, നീ എന്ത് പൈസ വന്നിട്ട് പോയത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പോവാന്ന് തീരുമാനിച്ച് അങ്ങനെ പോകണയാണ് ഞങ്ങൾ ഈ തൃപ്രായ പരിപാടി. തൃപ്രായ പരിപാടി പോയി അവനവിടെ പരിപാടി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരു പരിപാടി ഏറ്റെടുത്തുള്ള കാര്യം. അപ്പൊ ഫസ്റ്റ് അവൻ കയറി, അവിടത്തുള്ള വീട്ടിലേക്ക് കയറി, അവൻ എല്ലാവരെയൊക്കെ ആയിട്ട് രസമായിട്ട് നല്ല സംസാരിച്ചു, ഡാൻസ് കളിച്ചു, ഡാൻസ് ഒക്കെ കളിച്ച് രസമായിട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ പെയ്തു. അപ്പൊ ഒരു സാധാരണ കുടുംബമാണ്. അപ്പൊ അവര് പിരിവിട്ട ആൾക്കാരുണ്ട്, സാധാരണ കുടുംബമാണ്. അപ്പൊ പിരിവൊക്കെട്ടായിരിക്കും ഇത്ര ഒരു 8,000 10,000 കൊടുക്കുന്ന എത്ര ഒരു ആൾക്കാരായിരിക്കണം. അപ്പൊ ആ 2000 രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ കയറി, അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ചു, ഞങ്ങൾ ഇവിടെ ഇരിക്കും. അപ്പൊ അവരൊന്ന് ഒരു 2 പേരോട് വരാനുണ്ട്, അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ അവർ ഫുഡൊക്കെ തന്നു. നമ്മള് പള്ളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, വണ്ടി കയറിയപ്പോ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ചെറിയൊരു അതായത് നമ്മുടെ പരിപാടി ഇവൻ അവർ വിളിച്ചിട്ടൊന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അതേ ചൊല്ലി ഉണ്ടായ ഒരു തർക്കമാണ് ആക്ച്വലി ഉണ്ടായത്. ഒരു തൃപ്രായ റൂട്ട് ഇവിടെ വരെ ഇവനായിട്ടുള്ളൊരു സംഭവം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു, എനിക്ക് പനിയായിരുന്നു, എനിക്ക് ഓൾറെഡി ഞാൻ നല്ല ടയർഡായിരുന്നു. ഇവനെന്റെ വണ്ടിയിലുള്ള ആൾക്കാർ ഒക്കെ ടയർഡായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ മുന്നാടി ഞാൻ രാത്രിയാണ് 11 മണിയാണ്, നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും, ഞാൻ ശ്രദ്ധിച്ച് ഓടിക്കണം, ഞാനൊരു ഊബർ ഡ്രൈവറാണ്, ഓക്കെ നിങ്ങൾ 3 പേരുടെ ജീവൻ എന്റെ കയ്യിലാണ്, അപ്പൊ നീ അത് ആലോചിക്കണം, നീ കുറച്ചൊരു സമാധാനം മിണ്ടാതിരിക്കുന്നത് ഞാൻ പലതവണ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ അവനത് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ എന്താണ് അവൻ ആ സമയത്ത് അവിടെ വെച്ച് പറഞ്ഞത് പൈസ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ തന്നേക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ നമുക്ക് നിനക്ക് നഷ്ടം ഉണ്ടാകുന്ന കേസാണ് പരിപാടി, വേണ്ട, ഓക്കെ വിട്ടു. ഞങ്ങൾ ആ കേസ് ഡോക്ടർക്ക് വിട്ട് രസകരമായിട്ട് സംസാരിച്ച് വന്നു. പക്ഷെ ഇവിടെ എത്തി പങ്കമാലത്തി ഇപ്പൊ അവരുടെ അടുത്ത് ഞാൻ പൈസ ചോദിക്കാൻ പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്താം, അവരുടെ അടുത്ത് നിന്ന് പൈസ എന്താ വാങ്ങാതിരുന്നത്. പിന്നെ ഒരു കഴിഞ്ഞ ദിവസം പരിപാടിക്ക് പോയപ്പോ പൈസ കിട്ടിയില്ല, തിരുവനന്തപുരത്ത് പരിപാടിക്ക് കിട്ടിയില്ല. അത് എന്റെ ഫാൾട്ടാണ്. അത് ഞാൻ അവനെ വിളിച്ചായിരുന്നു, അവരെ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ അത് പറ്റിയില്ല. അത് ഞാൻ അവനോട് ഞാൻ എന്റെ ഒരു ഇതില് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ മാക്സിമം ട്രൈ ചെയ്യണ്ട, കിട്ടണില്ല, എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു തർക്കമുണ്ട്. അപ്പൊ തൃപ്രയാറത്തെ ഒരു കേസിന്റെ ഒരു ഇതില് ഇങ്ങനെ മുങ്ങിപ്പോയതാണ് ഈ സംഭവം. കുറെ തർക്കങ്ങൾ ഉണ്ടായി. ഇതാണ് സംഭവം. അപ്പൊ വണ്ടിയിലുണ്ടാവുന്ന ഒരു ചെറിയൊരു കശപിശ സംഭവം ഉണ്ടായുള്ളൂ. പക്ഷെ അവര് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വന്നായിരിക്കും. പക്ഷെ അവനോട് ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ ആ വിളിച്ചപ്പോ ഒന്നും ഞാൻ ആറട്ടനോട് വിളിപ്പിച്ചിരുന്നു, എല്ലാവരോടും വിളിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നെ ഓക്കെ ദേഷ്യമായിരിക്കും, അവരുടെ സ്വഭാവം അതാണ്, അവരുടെ ക്യാരക്ടർ എനിക്കറിയാം. ഞാൻ ഒന്നും അവനോട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കൂടി വന്നപ്പോ എനിക്ക് എന്താണ് എന്റെ അനിയനെ പോലെ ഇരിക്കുന്നവൻ എന്തായാലും എന്നിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്തുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അതായത് മുറിവോ ഉടുവോ ചതവോ ഉണ്ടാക്കുന്ന യാതൊരു ഇത് ഉണ്ടായിട്ടില്ല. അതൊരു ഫാൻസി ഡ്രസ് ആയിരുന്നു, മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ്, ഓൺലൈൻ മീഡിയയിലാണ്. അപ്പൊ ഇയാൾക്ക് അതിൽ കുറച്ച് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പൊതുവായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയാണ്, കേസല്ല, പരാതിന്മേൽ ആ ഒത്തുതീർപ്പാകുന്ന രീതിയിൽ അങ്ങനെ നടന്നത് അത് സത്യമല്ല. നിങ്ങൾ കണ്ടത് അതായത് വെച്ച് കിട്ടിയ ആ കാര്യം സത്യമല്ല. അങ്ങനെ ഒരു സംവിധാനമോ അങ്ങനെ ഒരു മുറിവോ ചതവോ ഇഞ്ചുറിയോ ഉണ്ടായിട്ടില്ല. അത് മീഡിയകളുടെ പ്രഷർ മൂലം അലിൻ ജോസിന് ചെയ്യേണ്ടി വന്നാണ്. ഇയാൾ അതിൽ കുറ്റക്കാരനല്ല. പക്ഷെ ഞാൻ പറയാണ്, രണ്ടുപേരും അങ്ങനെയും സുഹൃത്തുക്കൾ എന്ന രീതിയിൽ തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അത്രയുള്ള രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. അവർ നിങ്ങളോട് ഞാൻ മാധ്യമങ്ങളിലൂടെ പറയാണ്, ഇങ്ങനെയുള്ള ആ ഫാൻസി ഡ്രസ്സ് ഇത് നിങ്ങളിത് പ്രചരിപ്പിക്കരുത്. പ്രചരിപ്പിച്ചാൽ കുറ്റമാണ്, കാരണം ചെയ്യാത്ത കാര്യമാണ്. നിങ്ങളത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും
അതിന്റെ രീതിയിൽ കൊണ്ടുവരും. നിയമപരമായിട്ട് തന്നെ എവിഡൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല തെറ്റായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ഇവര് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. താങ്ക് യു. എന്തായാലും ഈ അലിൻ ജോസ് പെരേര ഒരുപാട് കഴിവുള്ള ആളാണ്. ഈ മീഡിയകൾ പലപ്പോഴും കോമാളികളാക്കി ചിത്രീകരിക്കുകയാണ് അവരുടെ റീച്ചിന് വേണ്ടിയിട്ടെന്നാണ് ഇപ്പോൾ അഭിഭാഷകനാണെങ്കിലും പറഞ്ഞത്. അലിൻ ജോസിന്റെ കഴിവുള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും തിളങ്ങി നിൽക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കോമാളിയാക്കി കാണിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന ഒരു പേക്കൂത്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് ഇടയായതെന്നാണ് അലിൻ ജോസ് പറയുന്നത്. തൃക്കാറ് നമ്മള് പോയല്ലോ, അവിടെ നിന്ന് മറ്റേ തിരിച്ചു പോകുമ്പോ നമ്മള് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ചേട്ടൻ പോയിട്ട് ചേട്ടൻ പുള്ളി പോയിട്ടല്ല നിർത്തിയിട്ട് ഞങ്ങൾ ഫോണിൽ പുള്ളിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്ന പറഞ്ഞ് പേയ്മെന്റ് ഇടാന്ന് അവർ പറഞ്ഞിരുന്നു. അല്ല അത് നമ്മള് ആസ് യൂഷ്വൽ നമ്മൾ ചോദിക്കും, വണ്ടിയിൽ വെച്ച് ചോദിച്ചു, ബ്രോ എനിക്കറിയാം പരിപാടി അറ്റൻഡ് ചെയ്തില്ല, നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന സമയത്ത് അവര് ഇപ്പൊ പൈസ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവരോട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ഇവന്റെ അടുത്ത് പറഞ്ഞു നീ വണ്ടി എടുത്ത് അവർക്ക് പൈസ തരാന്ന് ഇവൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോകുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു രണ്ടാമത്തെ ഒരു പരിപാടിക്ക് ഇവന് പ്രശ്നമുള്ളതുകൊണ്ട് ഇവർ അഡ്വാൻസ് മേടിച്ചുകൊണ്ട് പിന്നെ ഷെർവാണി ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. അവരുടെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രാത്രി അവിടെ ഞാൻ പോയതാണ് ഒന്ന് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കാല് പിടിക്കണ്ടേ, ഇവൻ കാല് പിടിക്കണം, ഒന്ന് ഇറങ്ങിയിട്ട് 20 മിനിറ്റ് കൊണ്ട് അവർക്ക് എനിക്ക് പോര്. അപ്പോൾ പറയും പൈസ മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട, പൈസയ്ക്ക് വേണ്ട, പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ശരി. അപ്പോൾ അവർ വന്നിട്ട് ഇവൻ ചെറിയ റാഷായിട്ട് പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു രീതി പറഞ്ഞു. അപ്പോൾ അവർ ശരി ഓക്കെ എന്ന് പറഞ്ഞ് പോയി വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു വണ്ടി എടുത്ത് പോയിക്കോളാം എത്ര പെട്ടെന്ന് പറഞ്ഞു. ആ ദേശത്തോട് ഇവനോട് പറയാണ്. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നുള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവനൊപ്പം പോകുന്നത് ഇങ്ങനത്തെ ഈ നൈറ്റ്. പിന്നെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ അറിയില്ല. അപ്പോൾ ഇവനിങ്ങനെ പോകുന്നത് കഴിഞ്ഞ് തൃപ്പയാറ് അമ്പലത്തിൽ കഴിഞ്ഞു അവർ വിളിച്ചിങ്ങോട്ട്, ചേട്ടാ നിങ്ങൾ പോവുകയാണോ, ചേട്ടാ ഞങ്ങൾ വിളിച്ചു കൊടുത്തിട്ട് പൈസ തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ പരിപാടി നിങ്ങൾ ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി, കാരണം ഞങ്ങൾ പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു കാരണം ജസ്റ്റ് അവരെ വീട്ടിൽ കയറി ഭയങ്കര സ്വീകരണമായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇവന് മാത്രം വിളിച്ച് ഭയങ്കര സ്വീകരണം കൊടുത്തതാണ് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയ്ക്കും നന്നായിട്ട് പെരുമാറിയ ഒരു വീട്ടുകാർ, ആ വീട്ടുകാർ അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങളിപ്പോൾ പറഞ്ഞു ചേട്ടാ ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞതാണ്. അവർ പൈസ തരാതിരിക്കുകയോ എന്നുള്ള സംഭവത്തെ കുറിച്ച് എനിക്കറിയില്ല. അത് ഇതാണ് സംഭവിച്ചത്. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യത്തിന് പിന്നെ ഓരോ പൈസ കൊടുക്കണം. ഇവൻ പൈസ മേടിച്ചു കൊടുക്കണം, നീയല്ലേ മേടിച്ചു തരേണ്ടത്. അവൻ പിടിച്ചു, അതായത് പെരേരെ പിടിച്ച പെരേരെ ഞങ്ങൾ ചെയ്തു. അപ്പൊ പിന്നെ പെരേരെ നോക്കുന്നത് ഇവൻ പറഞ്ഞ ഇഷ്ടം അവന്റെ അക്കൗണ്ട് ഇടാനാണ് പറഞ്ഞത്. അതായത് പെരേരുടെ അക്കൗണ്ടിൽ അവർ പൈസ ഇട്ടിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഇടാനാണ് പറഞ്ഞത്. ഇതാണ് ഓൾറെഡി സംഭവിച്ചത്. അപ്പൊ അങ്ങനെ സഹായത്തിന് വേണ്ടി പോയതാണ്. ഈ പറഞ്ഞാൽ പറ്റേ പെരയുടെ അക്കൗണ്ട് ഇടാന്ന് പറഞ്ഞ് സമ്മതിച്ചൊക്കെ ചെയ്തതാ. എന്നിട്ട് നമ്മൾ ഈ പൗരാവന്റെ പൈസ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇപ്പൊ 2 ദിവസം ഇപ്പൊ ഈ ഇത്ര ന്യൂസിൽ കൊടുക്കാനും കാരണം ഈ നമ്മുടെ എന്റെ അക്കൗണ്ടില് 8 രൂപയില്ല. മനസ്സിലായ? ഈ തിരുവനന്തപുരത്ത് എനിക്ക് 10,000 രൂപ കിട്ടുണ്ടാവും, 5,000 ഉണ്ടാവും, 10,000 കിട്ടുന്നുണ്ടാവും. പിന്നെ ഇതിന് എത്ര വരെ 3,000 ഒറ്റ പൈസ തന്നില്ല അതിനകത്തുനിന്ന്. അപ്പൊ എന്ത് പറയും, എനിക്ക് അവളുടെ ടെൻഷൻ വിടും. നമ്മള് പുള്ളിക്ക് കണക്ട് ചെയ്ത് കൊടുത്ത നമ്പർ അവര് മാനേജർ ലാസ്റ്റാണ് കണക്ട് ചെയ്ത് കൊടുത്തു, ഒറ്റ പൈസ തന്നില്ല. നമ്മളവിടെ പോയപ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എന്താ പറയുക DJ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ, ഇങ്ങനെ ലൈറ്റ് ഒക്കെ തെളിയണേ, അവിടെ കയറി ഡാൻസ് കളിച്ചു. അതിനുശേഷം പുറത്തിറങ്ങി അവരൊപ്പം ചെയ്തു. അപ്പൊ എനിക്ക് ചെറിയ ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് അടുത്തേക്ക് കുതുന്നു, മുഖത്തേക്ക് കുതുന്നു. പിന്നെ ചെറിയ പറയാൻ പാടാത്ത പല ഈ പൊടി മണം എനിക്ക് വന്നു, ചെറിയൊരു സ്മെല്ല് വന്നു ചില കാര്യങ്ങളില്. അപ്പൊ എടുത്ത് പറയാൻ എനിക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വള്ളി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ DJ വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് പറഞ്ഞപ്പോ മനസ്സിലായി പുള്ളി കടിച്ചു കൂടായി. അതെ, അങ്ങനെയാണ് ഈ തർക്കം ഉണ്ടായത്. എന്തായാലും ഇനിയും കോമാളി വേഷമൊന്നും ഈ ഓൺലൈൻ ചാനലിന്റെ മുമ്പിൽ കെട്ടില്ല എന്നാണ് അലിൻ ജോസ് പറഞ്ഞത്. ഈ സമയത്തും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണപരിപാടികൾക്കൊക്കെ ഈ എന്താ പറയാ ഓൺലൈൻ മീഡിയ വഴിയും TV ചാനൽ വഴിയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ടാണെങ്കിൽ നാശിക്ക ദിലീപേട്ടൻ മണിച്ചേട്ടനൊക്കെ ചെയ്ത ആ ഒരു പാറ്റേണിൽ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, സന്തോഷ് വർക്കിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് ജീവിച്ചു പോകണം. അതിനകത്തുനിന്ന് പേയ്മെന്റ് കിട്ടാണ്ടിരിക്കും, മാറ്റർ. ബട്ട് നമ്മളിപ്പോ ചെയ്യേണ്ടിരിക്കുന്ന വർക്കിന് ഇത് കാരണം പല വർക്കുകൾ തടസ്സമായി.
കാരണം ചില ഇന്നലെ തന്നെ ഒരു ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, ആ ചാനലിന്റെ ആങ്കർ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചിട്ട് പോയി. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പേടി, കാരണം ഇത് ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ട്. എനിക്കാണെങ്കിൽ കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാരോട് ഒരു പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ കൂടെ പോയി, അങ്ങനെയാണ് പോയത്. അപ്പോ കമ്മിറ്റ്മെന്റ്സ് എനിക്ക് തേങ്ങാപ്പുണ്ണാക്കല്ല, കറക്റ്റായിട്ട് ആ സമയത്ത് പോകണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ആസ് എ വ്യക്തി നമ്മളൊരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്നു ഇങ്ങനെ വിഷയം ഉണ്ട്, വീട്ടിലെ ആങ്കറും അവരുടെ മെയിൻ ഗ്രൂപ്പും ലേഡീസ് എല്ലാവരും വന്ന് വീട്ടിൽ വന്നിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ എന്റെ ഫാദറിനെ കൊണ്ടുപോയിട്ടാണ് അവര് കടലെടുത്തിരിക്കുന്നത്. ഓണത്തിന്റെ ബേസിൽ കടലുണ്ട്, ഓണത്തിന്റെ റിലീസാണ്. അപ്പോ നമ്മള് മാന്യമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനി വരാണ്ടിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.